നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 23-ന് തലസ്ഥാനത്തെത്തുന്നു. 4 പതിറ്റാണ്ട് നീണ്ട ഇടതുഭരണം അവസാനിപ്പിച്ച് BJP അധികാരമേറ്റെടുത്തത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. ഈ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക പരിപാടി എന്നതിലുപരി 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രചാരണ കാഹളം കൂടിയാണ്. നഗരവികസനത്തിനായുള്ള വിഷൻ 2030 ബ്ലൂ പ്രിന്റ് കൈമാറുന്നതിലൂടെ വികസന രാഷ്ട്രീയം ഉയർത്തിക്കാട്ടാനാണ് കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത ആവേശത്തിൽ നിൽക്കുന്ന പ്രവർത്തകർക്ക് ഊർജം പകരാനും വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന് പാർട്ടിയെ സജ്ജമാക്കാനും ഈ സന്ദർശനം വഴി തുറക്കും. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി മേയർ VV രാജേഷിന് കൈമാറുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം നോക്കിക്കാണുന്നത്. നഗരത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന പദ്ധതികളും 2030 വരെയുള്ള വികസന പദ്ധതികളുമാണ് ബ്ലൂ പ്രിന്റിൽ ഉൾപ്പെടുക. വമ്പൻ റോഡ് ഷോ അടക്കം വിവിധ പരിപാടികളോടെ മോദിയെ സ്വീകരിക്കാനാണ് BJP നേതാക്കളുടെ തീരുമാനം. 23-ന് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന മോദി റോഡ് ഷോയ്ക്ക് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് മോദി നിർവഹിക്കും. 11 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ BJP പ്രവർത്തകരെ മോദി അഭിസംബോധന ചെയ്യും. 1/4 ലക്ഷം പ്രവർത്തകരെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. 4 പതിറ്റാണ്ട് നീണ്ട ഇടതുഭരണം അവസാനിപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ നേട്ടമായിട്ടാണ് BJP ഇതിനെ കാണുന്നത്. 101 അംഗ കോർപ്പറേഷനിൽ 50 സീറ്റുകൾ പിടിച്ചെടുത്തായിരുന്നു BJPയുടെ മുന്നേറ്റം. കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് നഗരത്തിന്റെ വികസന പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മേയറായി VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് 28-ാം ദിവസമാണ് മോദിയുടെ സന്ദർശനം. അതേസമയം മാലിന്യ പ്രശ്നം, തെരുവുനായ ശല്യം തുടങ്ങിയ വിഷയത്തിലാണ് കോർപ്പറേഷൻ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് മേയർ VV രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടെ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടവും സജീവമാകും. പാർട്ടി പ്രതീക്ഷ വെക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയിലെ മോദിയുടെ സന്ദർശനം BJPക്ക് വലിയ പ്രതീക്ഷയാണ് പകരുന്നത്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനുമായി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഭാരിയായും കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജയെ സഹപ്രഭാരിയായും നിതിൻ നബി നിയമിച്ചു. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റി എഴുതാൻ പോകുന്നതാണ്. കോർപ്പറേഷൻ ഭരണത്തിലൂടെ ലഭിച്ച ജനപിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളാക്കി മാറ്റാനാണ് BJPയുടെ ശ്രമം. മാലിന്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് 45 ദിവസത്തിനകം പരിഹാരം കാണുമെന്ന വാഗ്ദാനം പാലിക്കുന്നത് വോട്ടർമാർക്കിടയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതേസമയം BJPയുടെ ഈ കുതിപ്പിനെ തടയാൻ LDFും UDFും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ പ്രവചനാതീതമാക്കാനും സാധ്യതയേറെയാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ UDF ശ്രമിക്കുമ്പോൾ കേരളത്തിന് പുതിയൊരു വികസന ബദൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. ഇതിനിടയിൽ തങ്ങളുടെ ഭരണ തുടർച്ചയിലെ വികസന രേഖകൾ ഉയർത്തിക്കാട്ടാൻ LDFും പോരാടുന്നു. 3 മുന്നണികളും ഇത്തവണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പുറമെ സെലിബ്രിറ്റികൾ, മുൻ IAS, IPS ഉദ്യോഗസ്ഥർ, പ്രൊഫഷണലുകൾ എന്നിവരെ കൂടുതൽ സീറ്റുകളിൽ പരീക്ഷിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം BJPക്ക് നൽകിയത് വലിയ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP ഒരുങ്ങുന്നത്.